കുമ്പിടി കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബ്രിഡ്ജിന്റെ ഇരുവശങ്ങളിലുമുള്ള ഭൂ ഉടമകളുടെയും കെട്ടിട ഉടമകളുടെയും രണ്ടാം ഘട്ട യോഗം നടന്നു. സംസ്ഥാന സർക്കാർ കിഫ്ബി ഫണ്ട് 102 കോടി രൂപ ചിലവഴിച്ചാണ് പാലം നിർമ്മിക്കുന്നത്. തൃത്തല എംഎൽഎയും തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രിയുമായ എം വി രാജേഷിന്റെ നേതൃത്വത്തിൽ കുമ്പിടി നാസ് ഓഡിറ്റോറിയത്തിൽ യോഗം ചേർന്നു. സ്ഥലം ഏറ്റെടുപ്പ് നടപടികൾ വേഗത്തിലാക്കി അപ്രോച്ച് റോഡ് നിർമ്മാണം ആരംഭിക്കുവാനും യോഗത്തിൽ ധാരണയായി. പാലത്തിന്റെ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഇത്രയും വലിയ ഒരു പദ്ധതി സമയത്ത് പൂർത്തിയാക്കാൻ കഴിയുക എന്നത് അത്യപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്നതാണ്. അത് കഴിഞ്ഞതിൽ നമ്മുടെ എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള പ്രവർത്തനം ആണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. തുടക്കം മുതൽ ഞങ്ങൾ ഒരുമിച്ചാണ്. നിങ്ങൾക്കറിയുന്ന ഞാൻ ഗവൺമെന്റിന്റെ ആളാണ്, അദ്ദേഹം പ്രതിപക്ഷത്തിന്റെ ആളാണ്. നിയമസഭയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഏറ്റുമുട്ടാറുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ തുടക്കം മുതൽ ഒരുമിച്ച്, അന്ന് ഞാൻ സ്പീക്കറാണ്, ആദ്യം എൻ്റെ ചേംബറിൽ ഇതിന്റെ യോഗം വിളിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തെ കൂടി വിളിച്ചു, അദ്ദേഹം പങ്കെടുത്തു. അതുമുതൽ ഇതുവരെ ഓരോ കാര്യത്തിലും യോജിച്ചാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഉദ്യോഗസ്ഥർക്കും അതുപോലെ ഈ കരാർ എടുത്തവരുമെല്ലാം കൃത്യമായിട്ട് സാധാരണ നമ്മൾ കാണാത്ത തരത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. ഇനി ഇപ്പോൾ നിങ്ങളെ വിളിച്ചതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആരുടെയൊക്കെയാണ് ഭൂമി എടുക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്ര ഭൂമിയാണ് എടുക്കുന്നത്. അതിൻ്റെ വില പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരമാണ്. ഇതിൻ്റെ നല്ല ഇന്ത്യയിൽ എവിടെയും 1 ഇഞ്ച് ഭൂമി ഏറ്റെടുക്കുന്നത് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ആ നിയമം അനുവദിക്കുന്ന നഷ്ടപരിഹാരം ആണ് ഓരോരുത്തർക്കും നൽകുക. ഏത് ഭൂമി എടുക്കുമ്പോഴും അതാണ്. കോട്ടയ്ക്കൽ എംഎൽഎ ആബിദ് ഹുസൈൻ തങ്ങൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് സ്വാഗതവും കുറ്റിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് നസീറ നന്ദിയും പറഞ്ഞു. ആനക്കര കുറ്റിപ്പുറം പഞ്ചായത്ത് മെമ്പർമാർ, ജനപ്രതിനിധികൾ, ലാൻഡ് അക്വിസിഷൻ ജനറൽ, പാലക്കാട് സ്പെഷ്യൽ തഹസിൽദാർ കണ്ണൻ, വാല്യുവേഷൻ അസിസ്റ്റന്റ് ജയ VP, റവന്യൂ ഇൻസ്പെക്ടർ അനിൽകുമാർ, സുബ്രഹ്മണ്യൻ, സർവേയർ വിജിന, CDM കേരള ഉദ്യോഗസ്ഥർ, നിർമ്മാണ കമ്പനി പ്രതിനിധികൾ, സ്ഥലമുടമകൾ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. NCV ന്യൂസ് തൃത്താല. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.